ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ശാലോം ടി വി ഒരുക്കുന്ന തിരുപ്പാതയമെന്ന ദിവ്യകാരുണ്യ ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമ്മൾ ഈ 2-ാം ദിവസം ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും തമ്മിലുള്ള ബന്ധമാണ്. പരിശുദ്ധ അമ്മ 1947 ഇറ്റലിയിലെ മോണ്ടിക്കാരിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നെഡ്സിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണല്ലോ ലോകം മുഴുവൻ രക്തക്കണ്ണുനീരൊഴുക്കുന്ന പരിശുദ്ധ റോസാമിസ്റ്റിക്ക മാത. ഇപ്പം ഈ മകളുമായിട്ട് പരിശുദ്ധി അമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ്, ഈശോയ്ക്ക് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മ എഴുന്നേറ്റ് ആ പുരോഹിതന് നേരെ കൈകൂപ്പിയപ്പോൾ, പിന്നീട് ആ പുരോഹിതൻ കടന്നുപോയ ശേഷം പുരോഹിതൻ അമ്മയെ കാണാൻ പറ്റില്ല. ഈ മകള് പരിശുദ്ധ അമ്മയോട് ചോദിച്ച, അമ്മ ഈശോയുടെ അമ്മയല്ലേ, ദൈവത്തിൻ്റെ മാതാവല്ലേ, എന്തുകൊണ്ടാണ് ഒരു പുരോഹിതനെ ഇത്രമാത്രം ബഹുമാനിക്കുന്നത്? ഉടനെ അമ്മ പറഞ്ഞ വാക്കിതാണ്, എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ശരീരമെടുക്കുന്നതും എൻ്റെ പ്രിയപ്പെട്ട മകനെ ഈ ഭൂമിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നതും പൗരോഹിത്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 15-ാം തിരുവചനം, ദൈവം മാനവകുലത്തിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് ദൈവമക്കളെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്മരണാംശമായി കുന്തിരിക്കമർപ്പിക്കാനും ബലിയർപ്പിക്കാനും പാപം മോചിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ വിളിയാണ് പൗരോഹിത്യം. യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, സഭയെ തകർക്കാൻ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി പൗരോഹിത്യത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കും, പൗരോഹിത്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ മിശിഹ 1937 വരെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ദൈവ കരുണയുടെ രഹസ്യങ്ങൾ കൊടുത്ത മരിയ ഫൗസ്റ്റീനയോട് ഈശോ കാണിച്ചു കൊടുത്തു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന 2 രശ്മികൾ, ഒന്ന് ചുമന്ന രശ്മിയും 2 വെളുത്ത രശ്മിയും, അത് പരിശുദ്ധ കുർബാനയെയും പരിശുദ്ധ കുംഭസാരത്തെയും സൂചിപ്പിക്കുന്നു. ഈശോ മിശിഹായുടെ കാൽവരി ബലിയുടെ തനിയാവർത്തനമായ പരിശുദ്ധ കുർബാനയും ഈശോയുടെ പാപമോചനമായ കാൽവരിയിലൂടെ നൽകപ്പെട്ട പാപമോചനം നൽകുന്നത് വൈദികരാണ്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, പുരോഹിതരെ നമ്മൾ എത്രമാത്രം ശ്രേഷ്ഠതയോടെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ പൗരോഹിത്യത്തിനെതിരെ സാത്താൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ദൈവം എന്തിനാണ് പൗരോഹിത്യം തിരഞ്ഞെടുത്തത്? ഈശോ മിശിഹായുടെ 2-ാം വരവ് വരെ പരിശുദ്ധ ബലിയർപ്പിക്കാനും ദൈവജനത്തിന് പാപം മോചിക്കാൻ വേണ്ടിയാണ് ദൈവം മാനകുലത്തിൽ നിന്ന് നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള, നമ്മളെപ്പോലെ കുടുംബത്തിൽ ജനിച്ച് 15 വർഷത്തോളം മാതാപിതാക്കൾക്ക് സ്വന്തമായ മകനെ പിന്നീട് പൗരോഹിത്യത്തിലേക്ക് പോയി 10-12 വർഷത്തിന് പഠനത്തിനു ശേഷം ബെത്രാന്റെ കൈവപ്പ് വഴി പുരോഹിതനാക്കുന്നതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈശോ മിശിഹായുടെ 2-ാം വരവ് വരെ ദൈവത്തിന് ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാന കൊടുക്കുവാനും പാപം മോചിപ്പിക്കുവാനും സ്വർഗം തെരഞ്ഞെടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ വിളിയാണ് പൗരോഹിത്യം. പ്രിയപ്പെട്ട ദൈവജനം, അതുകൊണ്ടാണ് വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത്, തിരുപ്പട്ടം ഇല്ലെങ്കിൽ എങ്ങനെ ഈശോ പരിശുദ്ധ കുർബാനയിൽ വരും? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ മാമോദീസ എന്ന കുദാശ വഴി ആ കുഞ്ഞിനെ ദൈവിക ആത്മാവിനെ നിക്ഷേപിക്കുന്നത് പൗരോഹിത്യമാണ്. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന് പാപമോചനമായ കുംഭസാരം എന്ന കുദാശ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈശോ കൊടുത്ത പാപമോചന അധികാരമായ കുംഭസാരം എന്ന കുദാശ കൊടുക്കുന്നത് പൗരോഹിത്യമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ആ കുഞ്ഞിന് നമുക്കറിയാം സ്ഥൈലേപനം, ആത്മാവിൻ്റെ മായാത്ത മുദ്രയായ സ്ഥൈലേപനം എന്ന കുദാശ കൊടുക്കുന്നത് പൗരോഹിത്യമാണ്. അവൻ വളർന്നു കഴിയുമ്പോൾ അവനെ വിവാഹം കഴിപ്പിക്കുന്നത് പൗരോഹിത്യമാണ്.
പ്രിയപ്പെട്ട ദൈവജനമേ, ആ വ്യക്തിക്ക് മരണസമയത്ത് അന്ത്യകുദാശ കൊടുത്ത് ആ വ്യക്തി ഒരുക്കുന്നത് പൗരോഹിത്യമാണ്. എത്രമാത്രം ശ്രേഷ്ഠമായ വിളിയാണ് പൗരോഹിത്യം. ഞാനത് പറയുന്നത് പരിശുദ്ധ കുർബാനയും പൗരോഹിത്യം തമ്മിൽ പിരിക്കാനാകാത്ത ബന്ധമുണ്ട്. സഭ കണ്ട ഏറ്റവും വലിയൊരു വിശുദ്ധനാണല്ലോ വിശുദ്ധ ഫ്രാൻസിസ് അസീസി. രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി തൻ്റെ ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിൽ നമുക്കറിയാം, അദ്ദേഹം ഒരു പുരോഹിതനാകാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് പൗരോഹിത്യത്തിൽ നിന്ന് മാറി നിന്നയാളാണ് അസീസിയിലെ വിശുദ്ധനായ ഫ്രാൻസിസ്. അപ്പം അദ്ദേഹം തൻ്റെ ആദ്യകാല ശുശ്രൂഷയുടെ തുടക്കത്തിൽ ആശ്രമ കാലഘട്ടത്തിൽ ആശ്രമമൊക്കെ തുടങ്ങിയ സമയത്ത് ആ ഇടവകയിലെ വൈദികൻ, പ്രത്യേകിച്ച് ഒത്തിരിയേറെ കുറവുള്ള വൈദികനാണ്. അങ്ങനെ ഒരിക്കൽ ഈ വൈദികനെ ഒരു സ്ത്രീയുമായിട്ട് പാപത്തിൽ പിടിക്കപ്പെടുക. ഇപ്പം നാട്ടുകാർ മുഴുവൻ വളഞ്ഞിട്ട് ഈ വൈദികനെ അപമാനിക്കാൻ തീരുമാനിച്ച് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, ഒരു വിശുദ്ധനായ സന്യാസി ഇവിടെ ജീവിക്കുന്നുണ്ട്, അസീസിയിലെ ഫ്രാൻസിസ്. അപ്പോൾ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് ഈ വൈദികനെ കൊണ്ടുപോകാം. പ്രിയപ്പെട്ട ദൈവജനമേ, അസീസിയിലെ ഫ്രാൻസിസ് നോക്കുമ്പോൾ ജനക്കൂട്ടം ഈ കുറ്റാരോപിതനായ വൈദികൻ ശിരസ് കുനിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ അപമാനിക്കപ്പെട്ട ഈ വൈദികൻ്റെ അടുത്തേക്ക് രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസ് ഓടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാറി മാറി ചുംബിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വൈദികൻ നല്ലവനാണോ പാപിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു സത്യം അറിയാം, ഈ വൈദികൻ്റെ കയ്യിലാണ് ഓരോ ദിവസവും എൻ്റെ ഈശോ ജനിച്ചു വീഴുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനം, അതുകൊണ്ടാണ് പറയണത് പുരോഹിതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 മക്കബായന്റെ പുസ്തകത്തിനകത്ത് ഒരു ദൈവത്തിൻ്റെ വചനമുണ്ട്. 2 മക്കബായന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം തിരുവചനം. പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. അടുത്ത വചനം, ചക്ര കളികൾക്ക് സമയമായ ഉടനെ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഹേളിക്കുകയും ബലിപീഠത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തിലേക്ക് കുതിക്കുക. ഞാനത് പറയണത്, നിങ്ങൾ നന്നായിട്ട് ദൈവജനം പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വൈദികനെ ദൈവം വിളിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലൊരു ലക്ഷ്യം, ഒന്ന് ബലിയർപ്പണം. ഒരൽമായർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. മറ്റെല്ലാ ശുശ്രൂഷകളും നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ബലിയർപ്പണം, ഒരു അപ്പത്തിനകത്തേക്ക്, ഗോതമ്പപ്പത്തിനകത്തേക്ക് ഈശോയെ കൊണ്ടുവരാൻ പുരോഹിതനെ സാധിക്കത്തുള്ളൂ. പരിശുദ്ധ അമ്മ ഒരു പ്രാവശ്യമാണ് ഈശോയ്ക്ക് ജന്മം കൊടുത്തെങ്കിൽ ഓരോ പ്രഭാതത്തിലും ഓരോ ബലിയർപ്പണത്തിലും എത്ര കുറവുള്ള വൈദികനാണെങ്കിലും ശരി, ആ വൈദികൻ ബലിയർപ്പിക്കുമ്പോൾ ആ അപ്പത്തിലേക്ക് ഈശോ കടന്നു വരും. പ്രിയപ്പെട്ട ദൈവജനമേ, രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ പാപം മോചിക്കാൻ ദൈവം അധികാരം കൊടുത്തത് പൗരോഹിത്യത്തിനാണ്. ലോകത്തിൽ ഏറ്റവും അധികാരമുള്ള വ്യക്തികളാണ് പൗരോഹിത്യം. അതുകൊണ്ടാണ് മരിയ ഫൗസ്റ്റീനയോട് ഒരിക്കൽ ഈശോ പറഞ്ഞു, ഇന്ന് പ്രഭാതത്തിൽ ദേവാലയത്തിൽ ഞാനിരിക്കുന്ന സ്ഥലം ഞാൻ നിനക്ക് കാണിച്ചു തരാം. മരിയ ഫൗസ്റ്റീന ദേവാലയത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു പുരോഹിതൻ കുമ്പസാരക്കൂട്ടിലിരിക്കുക. ഈ സമയത്ത് മരിയ ഫൗസ്റ്റീന കാണുന്നത് ഈശോ കുമ്പസാരക്കൂട്ടിലിരിക്കുക. ഒരു പാപിയായ വ്യക്തി പാപം ഏറ്റുപറയുമ്പോൾ ഈശോയുടെ തങ്കച്ചോര, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുലിഖിതത്തിൽ, ഈ കുത്തിത്തുളയ്ക്കപ്പെട്ട തിരുവിലാവിൽ നിന്നൊഴുകുന്ന കരുണയുടെ രക്തത്താൽ ആ വ്യക്തിയുടെ ശിരസ് മുതൽ പാദങ്ങൾ വരെ കഴുകി ഈശോ ആ വ്യക്തിയുടെ പാപം മോചിക്കുന്നത് പുരോഹിതനിലൂടെയാണ്. എന്നിട്ട് ഈശോ പറയുക, ന്യായാധിപനായ കർത്താവ് കരുണാമയനായി കരുണയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്ഥലമാണ് പൗരോഹിത്യത്തിലൂടെ കുമ്പസാരക്കൂട്. യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം പൗരോഹിത്യം സഭയ്ക്ക് നൽകിയത് ദൈവജനത്തിന് ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാന കൊടുക്കുവാനും പാപം മോചിക്കുവാനുമാണ്. അതൊരൽമായർക്ക് സാധിക്കത്തില്ല, ഒരു വിശുദ്ധകൾക്ക് സാധിക്കത്തില്ല. പരിശുദ്ധ അമ്മയ്ക്ക് പോലും പാപമോചന അധികാരം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പൗരോഹിത്യത്തിനെ പൊതിഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കണം, പൗരോഹിത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
നമ്മുടെ മക്കളെ ദൈവ വിളിക്ക് വേണ്ടി വിടണം. കാരണം പൗരോഹിത്യം ഇല്ലാതായാൽ അവിടെ സഭ തകരും. അതുകൊണ്ടാണ് കൾട്ട് ഗ്രൂപ്പുകൾ, സഭയെ ആക്രമിക്കുന്നവർ. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പുരോഹിതന് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞ് പൗരോഹിത്യത്തിൽ നിന്ന്, ദൈവ വിളിയിൽ നിന്ന് ദൈവജനത്തെ അകറ്റുന്നതിന് പിന്നിൽ പിശാചിനൊരു നിഗൂഢ തന്ത്രമുണ്ട്. ദൈവജനം തിരിച്ചറിയണം. ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവമക്കളെ, നമ്മൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളി വരുന്നത് ആ പുരോഹിതന്റെ കയ്യിലാ. ബലഹീനരായ പുരോഹിതന്റെ കയ്യിൽ, കുറവുള്ള പുരോഹിതന്റെ കയ്യിൽ, ബലഹീനതയും വീഴ്ചകളുമുള്ള പുരോഹിതന്റെ കയ്യിലാ. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി, അതുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ പറയുന്നത്, കുർബാന കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയില്ലേ, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാത്തുകൊള്ളണമേ, അവരുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമേ. ഈ പ്രാർത്ഥനയിൽ നിസ്സാരമല്ല. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പൗരോഹിത്യത്തിലൂടെ സ്വർഗം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം ദൈവജനത്തിനു വേണ്ടി ബലിയർപ്പിക്കാൻ, ദൈവജനത്തിനു വേണ്ടി കുമ്പസാരക്കൂട്ടിലിരിക്കാൻ, ദൈവജനത്തിന്റെ പാപം മോചിക്കാൻ സ്വർഗം കനിഞ്ഞു നൽകിയ, സ്വർഗം നൽകിയ ദാനമാണ് പൗരോഹിത്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, 2 മക്കബായർ 4-ാം അധ്യായം നമ്മൾ മുമ്പ് വായിച്ച വചനം. ഇന്ന് പലർക്കും ശുഷ്കാന്തി നഷ്ടപ്പെട്ടു പോയി, തീഷ്ണത നഷ്ടപ്പെട്ടു പോയി, മന്ദത പിടിക്കപ്പെട്ടു. പക്ഷേ ദൈവജനം പ്രാർത്ഥിക്കണം. ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതർ ഉണരാൻ തുടങ്ങും. ഞാൻ തുറന്നു പറയാം, പുരോഹിതർക്കൊക്കെ 2ാമത്തെ അഭിഷേകം വേണം. പൗരോഹിത്യം എന്ന ശുശ്രൂഷയിൽ ദൈവം തന്നെ അഭിഷേകം മാത്രമല്ല, സെന്റ് പാട്രിക്കിനും ജോൺ മരിയ വിയാനിക്കും വിശുദ്ധ ചാവറയച്ചനും അതുപോലെ തന്നെ വിശുദ്ധന്മാർക്ക്, നമുക്കറിയാം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനുണ്ടായിരുന്ന 2ാമത്തെ അഭിഷേകം ദൈവജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ, ദൈവജനത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ, ദൈവജനത്തിന് വേണ്ടി വചനം പറയാൻ പുരോഹിതർക്ക് അതിശക്തമായ അഭിഷേകം ലഭിക്കാൻ വേണ്ടി ദൈവജനം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇവച്ചോടെ പ്രിയപ്പെട്ട ദൈവജനമേ, വൈദികർക്ക് 2ാമത്തെ അഭിഷേകം ലഭിക്കാൻ, ഇരട്ടി പോർഷൻ അഭിഷേകം ലഭിക്കാൻ 2 രാജാക്കന്മാർ 2-ാം അധ്യായം 9-ാം തിരുവചനം, ഏലിയായിൽ നിന്ന് എലീശായിലേക്ക് പകർന്ന ഇരട്ടി പങ്ക് അഭിഷേകം ഇത് ലഭിക്കപ്പെടാൻ വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കണം. ദൈവം ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ സ്വർഗം തെരഞ്ഞെടുത്ത് പൗരോഹിത്യത്തെയാ. ദൈവമക്കളെ, പൗരോഹിത്യം വീണുപോയാൽ, പൗരോഹിത്യം ഇല്ലാതായാൽ, പൗരോഹിത്യം തകർന്നാൽ സഭയുടെ ദുർബലമാകാൻ തുടങ്ങും. അതുകൊണ്ട് ദൈവജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇൻസുനും ജേസു എന്ന പുസ്തകത്തിനകത്ത് ഒരു പുരോഹിതനോട് ഈശോ തൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ പറയുന്നുണ്ട്. ഈശോ പറഞ്ഞ വാക്കെന്നറിയാമോ? പുരോഹിതരോട്, എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ, ഞാൻ സ്നേഹത്തിൻ്റെ തടവുകാരായി നിങ്ങളെ കാത്ത് സക്രാരിയിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കണം, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കണം. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കാ. എന്നിട്ട് ഇൻസുനും ജേസുവിനത് ഈശോ പറയാ, ചില ദേവാലയങ്ങളിലൊക്കെ എന്നെ പൂട്ടിയിട്ടിട്ട് പോയിട്ട് ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാണ് പരിശുദ്ധ അമ്മയുടെ വേദന. എൻ്റെ ദൈവജനമേ, ഈ ദിവ്യകാരുണ്യ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇടവകയിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ രൂപതയിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? കേരള സഭയിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ലോകം മുഴുവനുള്ള 4.25 ലക്ഷം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവര് തളരും. മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോൾ താഴെ അങ്ങകലെ ജോഷുവയുടെ നേതൃത്വത്തിൽ ദൈവജനം വിജയിച്ചതുപോലെ പുരോഹിതർക്ക് വേണ്ടി, സഭയുടെ നേതൃത്വത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. അതിന് നമ്മളെ ദൈവം വിളിച്ചിട്ടുണ്ട്. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സഭ ഇന്ന് സാത്താൻ സഭയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാലഘട്ടമാ. സഭയെ തകർക്കാൻ നോക്കുന്ന കാലഘട്ടമാ. സഭയുടെ കുറവുകള് പറഞ്ഞു വരുത്തി സഭയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന കാലഘട്ടമാ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ,
ദിവ്യകാരുണ്യ തിരുനാളില് നമ്മുടെ കിടവ ദേവാലയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, അഭിബന്ധ പിതാക്കന്മാർക്ക് വേണ്ടി, സഭയുടെ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സഭയിൽ പൗരോഹിത്യം തീപിടിക്കാൻ തുടങ്ങും. പൗരോഹിത്യത്തിന് മേൽ അഭിഷേകം പകരാൻ തുടങ്ങും. അങ്ങനെ ഒത്തിരി വിശുദ്ധന്മാരുടെ ജീവിതം സഭയിലുണ്ടല്ലോ. സഭയിൽ ഒത്തിരിയേറെ വിശുദ്ധന്മാരുടെ ജീവിതം അങ്ങനെയുണ്ടല്ലോ. അവരൊക്കെ വില കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അസാധാരണമായ എക്സ്ട്രാordinary ഇരട്ടി പങ്ക് അഭിഷേകം ഇവർക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ അനേകം ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വൈദികരെ കർത്താവ് ഉയർത്തിയിട്ടില്ലേ? ദൈവമക്കൾ ഇവരൊക്കെ വില കൊടുത്തവരാ. കാരണം ഇന്ന് ലോകം പാപത്തിന്റെ പിടിയില, തിന്മയുടെ പിടിയില, അശുദ്ധിയുടെ പിടിയില, അന്ധകാരത്തിന്റെ പിടിയില, അവിശ്വാസത്തിന്റെ പിടിയില, നിരീശ്വരത്തിന്റെ പിടിയില, സകല മ്ലേച്ഛഭാവങ്ങളുടെ പിടിയില. അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ ദൈവം തെരഞ്ഞെടുത്തവർ പുരോഹിതൻ. എസ്രാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ എസ്രാ എന്ന പുരോഹിതൻ ദേശത്ത് നടക്കുന്ന തിന്മ കാണുമ്പോൾ ബലിപീഠത്തിനും ദൈവജനത്തിനും മധ്യേ കമന്ന് കിടന്ന് കരയുക. കേട്ടോ, ബലിപീഠത്തിനും ദൈവജനത്തിനും മധ്യേ ദേശത്ത് നടക്കുന്ന തിന്മകളെ ഓർത്ത് ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് കരയുമ്പോൾ സ്ത്രീകളും കുട്ടികളും അനേകം പേര് ഈ പുരോഹിതനോട് ചേർന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അതാ. ദൈവജനത്തിന് വേണ്ടി കരയുന്നവർ, ദൈവജനത്തിന് വേണ്ടി വാദിക്കുന്നവർ, ദൈവജനത്തിന് വേണ്ടി കൃപയുടെ അഭിഷേക കവാടം തുറക്കുന്നയാള്. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ, പുരോഹിതന്റെ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി പുരോഹിതന്റെ അരികിലേക്ക് വരണം. ഇന്ന് തെറ്റായ പഠനങ്ങൾ വരുമ്പോൾ ശരിയായ പ്രബോധനം കൊടുക്കാൻ, ശരിയായ ജ്ഞാനം കൊടുക്കാൻ, ശരിയായ വചനം കൊടുക്കാൻ, ദൈവജനത്തെ നിത്യജീവനിലേക്ക്, ആത്മരക്ഷയിലേക്ക് നയിക്കാൻ, നിത്യജീവിലേക്ക് നയിക്കാൻ സ്വർഗം തെരഞ്ഞെടുത്തവരാ പുരോഹിതര്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ ശക്തമായി പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുരോഹിതർക്ക് വേണ്ടി. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എപ്പോഴും പറയണത് എൻ്റെ മക്കൾ എന്നാ പറയണത്. പുരോഹിതരെ കുറിച്ച് പറയണത് എൻ്റെ മക്കൾ. അമ്മ എല്ലാ സ്ഥലങ്ങളിലും പറയുന്നൊരു വാക്കാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്കറിയാം, ദിവ്യകാരുണ്യം ഈ ബലിപീഠത്തിൽ വരണമെങ്കിൽ നമുക്കറിയാം, ഇതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആരാധനയിലേക്ക് മുടക്കും. പക്ഷേ ഈ ആരാധന കൊണ്ടുവരണമെങ്കിൽ ഒരു പുരോഹിതൻ വേണം. ആ ഈശോയെ, ഗോതമ്പപ്പത്തിനകത്ത് ഈശോയെ കൊണ്ടുവരണമെങ്കിൽ പുരോഹിതൻ വേണം. ആരാധനയുടെ ആശീർവാദം നടത്താൻ പുരോഹിതൻ വേണം. അതുകൊണ്ട് പൗരോഹിത്യമാണ് സഭയുടെ പവർ. ദിവ്യകാരുണ്യ തിരുനാളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 1-ാം തിരുവചനം, സകല പിശാചുക്കളുടെ മേലും അധികാരവും ശക്തിയും ഈശോ കൊടുത്തിട്ടുണ്ട്. തിന്മയെ ബഹിഷ്കരിക്കാനുള്ള അഭിഷേകം കൊടുത്തിട്ടുണ്ട്. പൈശാചിക കോട്ടകളെ തകർക്കാനുള്ള അഭിഷേകം നടന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടണം. നമുക്കറിയാം, പല ദേവാലയങ്ങളിലും സർവശക്തനായ കർത്താവ് അശക്തനായി മാറിയിരിക്കുക. പല ദേവാലയങ്ങളിലും സർവശക്തനായ ദൈവം അശക്തനായി മാറിയതിന് കാരണം അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. 1906 ടുബാക്കോ എന്ന ദ്വീപില്, പ്രിയപ്പെട്ടവരെ, വലിയ തിരമാല, സുനാമി തിര പൊങ്ങി വരുമ്പോ അവിടുത്തെ ദ്വീപവാസികള്, മീൻപിടുത്തക്കാരാ, അവരോടി വന്ന് ദേവാലയത്തിൽ വന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട്, അച്ഛാ ഈ ദ്വീപ് മുഴുവൻ മുങ്ങിപ്പോകാൻ പോവാ, അച്ഛാ ഞങ്ങളെ രക്ഷിക്കണം. അച്ഛൻ സക്രാരി തുറന്ന് പരിശുദ്ധ കുർബാന എടുത്ത് ഭക്ഷിച്ചിട്ട് ഒരു പരിശുദ്ധ കുർബാന മാത്രം കയ്യിലെടുത്തിട്ട് മറുകൈയില് കുരിശും ഒരു കയ്യിൽ പരിശുദ്ധ കുർബാനയുമായിട്ട് കിലോമീറ്റർ അകലേന്ന് വരുന്ന ആ ദ്വീപിനെ മുഴുവൻ മുഴുങ്ങാൻ വരുന്ന ഈ സുനാമി തിരയുടെ നേരെ അടുത്ത് വന്നിട്ട് ഈശോയുടെ നാമത്തിൽ, കടലെ ശാന്തമാകാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചരിത്രം പറയണത് മിനിറ്റുകളോളം ആ സുനാമി തിര ജോർദാൻ പിൻവാങ്ങിയതുപോലെ ചിറകെട്ടി നിന്നു. പ്രിയപ്പെട്ടവരെ, പിന്നീട് പുറകോട്ട് വലിഞ്ഞു. ഇത് ചരിത്രം പറയുന്നതാ, ഒരു പുരോഹിതന്റെ പവറ്. ഞാൻ ഓർക്കുന്നുണ്ട്, അടുത്ത കാലഘട്ടങ്ങളിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ
പുരോഹിതന്റെ വെഞ്ചിരിപ്പിന്റെ ഒക്കെ പവർ ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാ. ഒരു പൈശാചിക ശക്തി ബാധിക്കപ്പെട്ട സ്ത്രീ, ഒരു ഉദ്യോഗസ്ഥയാണ്, 24 വർഷമായി പിശാചിന് പിടിക്കപ്പെട്ട സ്ത്രീ, ഒത്തിരിയേറെ പ്രശ്നങ്ങളുള്ള സ്ത്രീ. പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തിന്മ വെളിപ്പെട്ടു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ തിന്മയോട് വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിച്ചപ്പോൾ ആ സ്ത്രീ പോകുന്നില്ല. ഈ സമയത്ത് വെഞ്ചിരിച്ച ഹന്നാം വെള്ളം തളിക്കണ സമയത്ത് ഈ സ്ത്രീ പറയുകയാണ്, ഞാൻ അത്ഭുതപ്പെട്ട കാര്യം, അത് വെഞ്ചിരിച്ച ആരാണെന്ന് ഈ സ്ത്രീക്ക് അറിയില്ല. പക്ഷെ ആ സ്ത്രീ ഈ വൈദികന്റെ പേര് പറഞ്ഞിട്ട് പറയാ, അവനെ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഹന്നാമ്പളം തളിക്കുമെന്ന് ഓർക്കണം. പുരോഹിതൻ ആശീർവദിച്ച ഹന്നാമ്പളം തളിച്ചപ്പോ സമയത്ത് തന്നെ ഈ സ്ത്രീയിൽ നിന്ന് വൈശ്വാസക്തി വിട്ടുപോവുക. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, അത്ര പവറുണ്ട് ഈ ശുശ്രൂഷയ്ക്ക്, അത്ര പവറുണ്ട് ഈ ശുശ്രൂഷയ്ക്ക്. നമ്മളിത് തിരിച്ചറിയണില്ല. അതുകൊണ്ടാണ് ഹംഗറിയിലെ നഥാലിയോട് ഈശോ പറയണില്ലേ, പാപത്തിൽ ജീവിക്കുന്ന ഒരു പുരോഹിതൻ, ശ്രദ്ധിക്കണം മക്കളെ, പാപത്തിൽ ജീവിക്കുന്ന ഒരു പുരോഹിതൻ ബലിയർപ്പണ സമയത്ത് എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഈശോ സങ്കടത്തോടെ പറയണ, പിതാവിന്റെ മാറിടത്തിൽ ചേർന്ന് നിൽക്കുന്ന ഞാൻ, ഒരു പുരോഹിതൻ, ബലഹീനനായ പുരോഹിതൻ, മാരകപാപത്തിൽ ജീവിക്കുന്ന പുരോഹിതൻ, ആ പുരോഹിതൻ ബലിയർപ്പിക്കണ സമയത്ത് ആ പുരോഹിതന്റെ പാപം നിറഞ്ഞ കയ്യിലേക്ക് ഞാൻ ഇറങ്ങി വരുമ്പോ എൻ്റെ ചങ്ക് പടച്ചാ ഞാൻ വരുന്നത്. ഞാനിത് പറയുന്നത് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾക്ക് വചനം പറയാൻ പറ്റും, ശുശ്രൂഷ ചെയ്യാൻ പറ്റും, രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ പറ്റും, ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യാൻ പറ്റും, വചന ശുശ്രൂഷ ചെയ്യാൻ പറ്റും, നമുക്കറിയാം ഷാലോമിന്റെ ടെക്നിക്കൽ പ്രോഗ്രാം എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ പരിശുദ്ധ കുർബാനയിൽ വാദം പപ്പത്തിനകത്ത് ഈശോയെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആർക്കും അൽമാർക്ക് സാധിക്കത്തില്ല, സിസ്റ്റേഴ്സിന് സാധിക്കത്തില്ല, അൽഫോൻസാമയ്ക്ക് സാധിക്കത്തില്ല. അത് പുരോഹിതനെ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ പാപത്തിന്റെ അവസ്ഥ, നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിന് പാപബോധം ഉണ്ടാകും, പശ്ചാത്താപം ഉണ്ടാകും, അനുതാപം ഉണ്ടാകും. പക്ഷെ പാപമോചനം നൽകാൻ ദൈവം മാനവകുലത്തിൽ തിരഞ്ഞെടുത്ത പുരോഹിതരെയാ. അതുകൊണ്ട് ഈ 2ാമത്തെ ദിവസം നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ജപമാല ശുശ്രൂഷയിൽ, നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ മുട്ടുകുത്തി കൈവിരിച്ചങ്ങോട്ട് പിടിക്കണം. ഈശോയെ, പ്രിയപ്പെട്ട വൈദികര്, വൈദികരാൻ ശ്രമിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾ, ഡീക്കന്മാര്, ഈ വർഷം തിരുപ്പട്ടത്തിലേക്ക് കടന്നു വരുന്നവര്, വന്ധ്യ വൈദികർക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, ഞങ്ങൾ ഞങ്ങളെ സഹനങ്ങൾ കാഴ്ചവെക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാ, പരിശുദ്ധി അമ്മയ്ക്ക് ഇഷ്ടമാ. എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പുരോഹിതർക്ക് വേണ്ടി വില കൊടുക്കുമ്പോൾ അവിടെ സ്വർഗം നമ്മുടെ കുടുംബത്തിലേക്ക് ഇടപെടും. ഈശോ പറഞ്ഞില്ലേ, വിശുദ്ധ മത്തായി 6:33, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കെ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇടവ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, രൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. പ്രിയപ്പെട്ട ദൈവജനമേ, പിശാച് എപ്പോഴും കൃപയുടെ വാതിൽ കെട്ടാൻ നോക്കും. ഒരു കുടുംബത്തിന്റെ കൃപയുടെ വാതിൽ എന്ന് പറയുന്നത് അപ്പനും അമ്മയുമാ. അതോടൊപ്പം തന്നെ ഒരിടവകയുടെ കൃപയുടെ വാതിൽ എന്ന് പറയുന്നത് ആ ഇടവകയുടെ വൈദികരാ. ആ വൈദികരെ പാപത്തിലേക്ക് സാത്താൻ ബന്ധിച്ചിട്ടാൽ കൃപയുടെ അഭിഷേകത്തിന് കുറവുണ്ടാകും. ദൈവമക്കൾ അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ചങ്കോട് ചേർക്കണം. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ, നമുക്കറിയാം, ആശ്രമത്തിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ നോക്കിയ വിശുദ്ധനാണ് യുവജനങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡോൺ ബോസ്കോ. അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് വിശുദ്ധനായ ഡൊമിനിക് സാവിയോ. ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അപരിചിതനായ വ്യക്തി ആ സമൂഹത്തിലേക്ക് കയറി വന്നു. അപരിചിതനായ വ്യക്തി കയറി വന്നിട്ട് അദ്ദേഹം ആദ്യം തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരും രസിച്ച് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മട്ടും പാവം മാറാൻ തുടങ്ങി.
അദ്ദേഹം സഭയെ കടന്നാക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹം പൗരോഹിത്യത്തെ ആക്രമിക്കാൻ തുടങ്ങി, സഭയെ ദൂഷിപ്പിക്കാൻ തുടങ്ങി, പൗരോഹിത്യത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കുറേ കുട്ടികൾ അസ്വസ്ഥപ്പെട്ട് അവിടുന്ന് മാറിപ്പോയി. എന്നാൽ കുറച്ചേറെ കുട്ടികൾ ഇത് കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൊമിനിക് സാവിയോ വരുമ്പോൾ ഈ വ്യക്തി പൗരോഹിത്യത്തെ എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചു ഡൊമിനിക് സാവിയോ പറഞ്ഞ വാക്കെന്നറിയാമോ? ദേഷ്യപ്പെട്ട് പറഞ്ഞൊരു വാക്കാണ്. ദേഷ്യപ്പെടാത്ത ഈ കൊച്ചു വിശദം പറയാ, മക്കളെ, ദൈവ കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കളെ, ഓടി രക്ഷപ്പെട്ടോ, നിങ്ങളുടെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുവരാൻ പിശാച് കടന്നു വന്ന വഴിയാണിത്. ഉണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, കുറവുള്ളവരുണ്ടെന്നേ, ബലഹീനരുണ്ടെന്നേ. നമ്മുടെയൊക്കെ വീട്ടിലും കുറവുള്ളവരില്ലേ? ഈശോ മിശിഹ നേരിട്ട് തെരഞ്ഞെടുത്ത് മർക്കോസ് 3:13 ഈശോ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത 12 പേരിൽ ഒരാളാണ്. നമുക്കറിയാം, കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത യൂദാസ് എന്ന അപ്പസ്തോലൻ. ഈശോ നേരിട്ട് തെരഞ്ഞെടുത്ത 12-ൽ 1 പിഴച്ചുപോയി. അങ്ങനെയെങ്കിൽ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ കുറവുണ്ടാകും. പക്ഷേ ദൈവം തെരഞ്ഞെടുത്ത കുറവുള്ള മനുഷ്യരാ, ദൈവം തെരഞ്ഞെടുത്ത ബലഹീനരാ മനുഷ്യരാ, ദൈവം തെരഞ്ഞെടുത്ത ദുർബലരാ മനുഷ്യരാ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കരയുമ്പോൾ, നമ്മൾ കോട്ട കെട്ടുമ്പോൾ നമ്മുടെ ദൈവിക സംരക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് ഈശോയുടെ ദൈവജനമേ, ഈ 2-ാം ദിവസം ദിവ്യകാരുണ്യ തിരുപ്പാതയം എന്ന ശുശ്രൂഷയിൽ, ഈ തിരുപ്പാതയം നമുക്കറിയാം, അതിനർത്ഥം എന്നറിയാമോ? തിരുപ്പാതയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറെന്ന. പഴയ കാലഘട്ടത്തിൽ യാത്ര പോകുമ്പോൾ ക്ഷീണം വരാതെ അവർ ലക്ഷ്യസ്ഥാനത്തെത്താൻ മാതാപിതാക്കൾ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കും. ഇതുപോലെ തന്നെ തിരുപ്പാതയം എന്ന് പറയുന്നതിന് അർത്ഥം എന്നറിയാമോ? ഒരാളുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഈ ഭൂമിയിൽ സമരസഭയിൽ ജീവിക്കുമ്പോൾ പാപത്തെയും പിശാചിനെയും ലോകത്തിനെതിരെ പോരാടുമ്പോൾ ഈ വ്യക്തിക്കുള്ള ആത്മീയമായ പൊതിച്ചോറാണ് പരിശുദ്ധ കുർബാനയും കുമ്പസാരവും. ഇത് വിതരണം ചെയ്യാൻ സ്വർഗം തെരഞ്ഞെടുത്ത് പൗരോഹിത്യമല്ലേ സ്വർഗം തെരഞ്ഞെടുത്തത്? അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, തിരുപ്പാതയ ശുശ്രൂഷ 2-ാം ദിവസത്തിൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് നമ്മുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട അഭിവന്ദ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ ശുശ്രൂഷ നിങ്ങളോടൊക്കെ പറയാം, ശാലോമിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ വൈദികർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? പ്രിയപ്പെട്ടവരൊന്ന് സ്നേഹിച്ചുകൂടെ? പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? അങ്ങനെ ആ സഭ ശക്തിപ്പെടും, വൈദികർ ബലപ്പെടും. തളർന്നു പോകാതെ, വീണ് പോകാതെ നെഞ്ചോട് ചേർത്ത് അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാൻ ആളില്ലാതെ വരുമ്പോൾ വീഴ്ചകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ 2-ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആരാധനയിൽ പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് വൈദികർക്ക് വേണ്ടിയും ദൈവവിളി വർദ്ധിക്കാൻ വേണ്ടിയാ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വൈദികരുടെ നാഥയായ പരിശുദ്ധ അമ്മയെ, പുരോഹിതർക്ക് വേണ്ടി അമ്മ മാതാവെ പ്രാർത്ഥിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ, ജീവനാഥനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ ദിവ്യകാരുണ്യമേ, ഹല്ലേലൂയ ഉദാശകളുടെ ഹല്ലേലൂയ ആമേൻ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമേ, ആരാധിക്കുന്നു കൃപയുടെ ഉറവിടമേ, ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. കൃപ ഒഴുകട്ടെ കർത്താവേ. ആരാധിക്കുന്നു ഞങ്ങൾ ശിരസ്സ് നമിച്ച് ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സത്യമായി പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്ന് പൗരോഹിത്യ കരങ്ങളിലൂടെ ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണല്ലോ പൗരോഹിത്യം. അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് രണ്ടാം വരവ് വരെ സഭയിൽ തുടരാൻ വേണ്ടി സ്ഥാപിച്ച പരമ പൗരോഹിത്യത്തെ ഓർത്ത്, സ്നേഹ പൗരോഹിത്യത്തെ ഓർത്ത്, ഉദാശകളെ പരികർമ്മം ചെയ്യുവാൻ പുരോഹിതരെ നിയോഗിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ, സ്നേഹതാതനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹപിതാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ. ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തെ നമുക്ക് ആരാധിക്കാം. ദൈവപിതാവേ, സ്നേഹതാതനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. ആരാധിക്കുന്നു ചേർന്ന് ഞങ്ങൾ സകല ആരാധിക്കുന്നു. പൗരോഹിത്യത്തോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. പുരോഹിതനായ ഈശോയോട് ചേർന്ന് ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ചേർന്ന് പാടി പ്രാർത്ഥന. ആരാധിക്കുന്നു. ആരാധിക്കുന്നു. ആരാധനയിൽ കൃപ ഒഴുകുകയാണല്ലോ. ആരാധനയിൽ പൈശാചിക ബന്ധന വഴിയുമല്ലോ. ആരാധനയിൽ അഭിഷേകം ഇറങ്ങും. ആരാധിക്കുന്നു. ആവർത്തിച്ച് ആരാധിക്കുന്നു. ഈശോ, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്ന കർത്താവേ, വിടുതൽ നൽകണമേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ കരങ്ങൾ രണ്ടും ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപുരോഹിതനായ ഈശോയെ നമ്മൾ ആരാധിക്കാൻ പോവുക. സർവശക്തനായ ദൈവത്തെ ആരാധിക്കാൻ പോവുക. രാജാധിരാജനായ ദിവ്യകാരുണ്യത്തെ ആരാധിക്കാൻ പോവുക. കുദാശകളുടെ കുദാശയായ പരിശുദ്ധ കുർബാനയെ നമ്മൾ ആരാധിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിച്ചം പകരട്ടെ, കൃപ ഒഴുകട്ടെ, പരിശുദ്ധാത്മാവിന് ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പൗരോഹിത്യം ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആത്മീയ മേഖലകളിലും പരിശുദ്ധ കുർബാന ലഭിക്കാനും പാപം മോചിക്കാനും പൗരോഹിത്യമെന്ന വലിയ കുദാശ നൽകിയതിനെ ഓർത്ത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ദൈവജനമേ, പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങൾ. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യ ഉടമ്പടിയാണിത്. ജനത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യവും അർപ്പിക്കുന്നതിന് അവിടുന്ന് അവനെ മാനവകുലത്തിൽ തിരഞ്ഞെടുത്തു. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, തിരുപ്പാതയമെന്ന ഈ ശുശ്രൂഷയുടെ 2-ാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയം
പരിശുദ്ധ കുർബാനയും പൗരോഹിത്യം തമ്മിലുള്ള ബന്ധമാണ്. പരിശുദ്ധ കുർബാനയും പൗരോഹിത്യം തമ്മിലുള്ള ബന്ധമാണ്. ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പൗരോഹിത്യം. പെസഹായുടെ ദിവസം ഈശോ 2 കൂദാശ സ്ഥാപിച്ചത്. ഒന്ന് പരിശുദ്ധ കുർബാന എന്ന കൂദാശയും പൗരോഹിത്യം എന്ന കൂദാശയും. നമ്മൾ കേട്ടു പ്രഭാഷകൻ 45:16 മാനകുലത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാനും സ്മരണാംശമായി കുന്തിരിക്കവും ബലിയർപ്പിക്കാനും ദൈവം മാനവകുലത്തിൽ നിന്നാണ് പുരോഹിതരെ തിരഞ്ഞെടുത്തത്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുള്ള സകല വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ മെത്രാപ്പോലിത്തമാർക്കും കർദിനാളുമാർക്ക് വേണ്ടിയും എല്ലാ വന്ധ്യവൈദികർക്ക് വേണ്ടിയും സഭയുടെ നേതൃത്വത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇതര സഭയിൽപ്പെട്ട പുരോഹിതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം തെരഞ്ഞെടുത്ത് മാനകുലത്തിൽ നിന്ന് കുറവുകളും ബലഹീനതകളും ഒക്കെയുള്ള മനുഷ്യരെയാണ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. ഇത് നമ്മൾ വചന ശുശ്രൂഷകളെ കേട്ടു. സഭയുടെ കൃപ തുറക്കുന്ന വാതിലാണ് കുമ്പസാരം എന്ന കൂദാശയും പരിശുദ്ധ കുർബാനയും. ഇത് വിതരണം ചെയ്യപ്പെടാനാണ് ദൈവം സഭയിൽ പൗരോഹിത്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് പിശാച് നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി പൗരോഹിത്യം തകർക്കാൻ ശ്രമിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് നമ്മൾ 2ാമത്തെ ദിവസം കുർബാനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകം മുഴുവനുള്ള വൈദികർക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മളെ മാമോദീസ മുഖ്യ വൈദികൻ, നമ്മൾക്ക് വേണ്ടി ബലിയർപ്പിച്ച വൈദികർ, നമ്മളെ കുമ്പസാരിപ്പിച്ച വൈദികർ, നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ സഹായിച്ച വൈദികർ, നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛൻ, നമ്മുടെ വിവാഹം എന്ന കുദാശ നടത്തിയ വൈദികർ, അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ. അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ. കാരണം പിശാച് പൗരോഹിത്യത്തെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും പ്രവർത്തിക്കുന്ന വലിയൊരു കാലഘട്ടത്തിൽ ദൈവജനം കരങ്ങളുയർത്തിപ്പിടിച്ച് പൗരോഹിത്യത്തിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഉന്നത ശക്തി വൈദികർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നിസ്സാരമായിട്ട് കാണരുത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വൈദികർ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സമർപ്പിതർ, പ്രിയപ്പെട്ട ഭവനത്തിലിരുന്ന് 5 ഭൂഖണ്ഡങ്ങളിലൂടെ ശാലോമിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, ആ ദേശത്തുള്ള പുരോഹിതർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രൂപതയിലുള്ള വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സെമിനാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബങ്ങളിൽ ദൈവവിളി ഉയരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇത് അന്ത്യകാലഘട്ടത്തിൽ പിശാച് സഭയെ തകർക്കാൻ, പിശാച് സഭയെ തകർക്കാൻ, പിശാച് പൗരോഹിത്യത്തെ തകർക്കാൻ ദുഷ്ടശക്തികള് സകല ആയുധങ്ങളുമായിട്ട് ഇറങ്ങിയ കാലഘട്ടത്തിൽ ഇതിനൊരു പരിഹാരം മാത്രമേ ഉള്ളൂ: ദൈവജനത്തിന്റെ നിലവിളി. നമുക്ക് 2 കരങ്ങളൊന്നും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? നമ്മുടെ രോഗികളായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലേ? നമ്മുടെ ബന്ധത്തില് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികള് ചില പാപക്കുടുക്കിൽ കിടക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കുർബാനയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാമോ? ഈശോയെ, സഭയിൽ പൗരോഹിത്യ വസന്തമുണ്ടാകട്ടെ. ജോൺ മരിയ വിയാനിയെ പോലെ, സെന്റ് പാട്രിക്കിനെ പോലെ, കർത്താവെ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ പോലെ, കർത്താവെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ പോലെ,
ജോൺ ബ്രിട്ടോസിനെ പോലെ, ജോസഫ് വാസിനെ പോലെ, സെന്റ് അഗസ്റ്റിനെ പോലെ, വിശുദ്ധ ഗ്രിഗറിയെ പോലെ, ജെറോമിനെ പോലെ വിശുദ്ധരായ പുരോഹിതര് സഭയിൽ എഴുന്നേക്കാൻ വേണ്ടി നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, നമ്മൾ ഇന്ന് വരെ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത്, സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പുരോഹിതരെ കർത്താവിന്റെ കരുണയിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ വികാരിയച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ രൂപതയിൽ അധ്യക്ഷന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ പ്രിയപ്പെട്ട അറിയപ്പെടുന്ന എല്ലാ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ ശക്തി ഒഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത വൈദികരുണ്ടാകാം, ഒട്ടും താല്പര്യമില്ലാത്ത പിതാക്കന്മാരുണ്ടാകാം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങാൻ വേണ്ടി നമ്മൾ കരങ്ങളൊന്ന് അടിച്ച് പാടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോവാ. എസെക്കിയേൽ 21:14 മനുഷ്യപുത്ര നീ കൈകൊട്ടുക, സംഹാര ഖഡ്ഗം അവരുടെ മേൽ ആഞ്ഞാഞ്ഞ് പതിക്കട്ടെ. കർത്താവേ, മോശയെ പോലെ, അഹറോനെ പോലെ, ഊറിനെ പോലെ, ജോഷുവയെ പോലെ, കർത്താവേ പ്രത്യേകിച്ച് എസെക്കിയേലിനെ പോലെ വലിയ അഭിഷേകമുള്ള പുരോഹിതർ സഭയിൽ എഴുന്നേക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇടിച്ചു പാടാം. ഈശോ, വിടുതലുണ്ടാകട്ടെ, അവരിൽ വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. 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 കരങ്ങളടിച്ച് കർത്താവേ, പൗരോഹിത്യത്തിന്റെ വിശുദ്ധി ബലിപീഠത്തിൽ നിന്ന് പുണ്യമിറങ്ങട്ടെ, ബലിയർപ്പിക്കുമ്പോൾ അഭിഷേകമിറങ്ങട്ടെ, ഉദാശകരങ്ങൾ ചെയ്യുമ്പോൾ വലിയ വിടുതൽ ജനത്തിന് സംഭവിക്കട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൃപ ഒഴുകട്ടെ. ബലഹീനതകൾ മാറട്ടെ, നിരാശയെല്ലാം നീങ്ങട്ടെ, ബലഹീനതകൾ മാറട്ടെ, നിരാശയെല്ലാം നീങ്ങട്ടെ. വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, പുരോഹിതരുടെ മേൽ അഭിഷേകം, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, അവരിൽ സകല പുരോഹിതരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ലോകത്തിന്റെ 5 ഭൂഖണ്ഡത്തിലെ പുരോഹിതർ, മിഷനിൽ പ്രവർത്തിക്കുന്ന വൈദികർ, നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർ, കേരള സഭയിലെ 32 രൂപതയിലെ വൈദികർ, യാക്കോബായ സഭയിലെ വൈദികർ, കർത്താവേ CSI സഭയിലെ വൈദികർ, ഓർത്തഡോക്സ് സഭയിലെ വൈദികർ, മാർത്തോമ സഭയിലെ വൈദികർ, ഇതര സഭാവേദത്തിലെ വൈദികർ, എല്ലാ വൈദികരുടെ മേലും പൗരോഹിത്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ കോട്ടകൾ തകരട്ടെ, തിന്മകളെല്ലാം അഴിയട്ടെ, സാത്താൻ കോട്ടകൾ തകരട്ടെ, യേശുവിന്റെ നാമത്തിൽ തിന്മകളെല്ലാം അഴിയട്ടെ. വിടുതലുണ്ടാകട്ടെ, അവരിൽ വിടുതലുണ്ടാകട്ടെ, വചനത്താൽ സൗഖ്യമുണ്ടാകട്ടെ,
രോഗമാകട്ടെ 18 വചനത്താൽ, ഉണ്ടാകട്ടെ 4:10 വചനത്താൽ, വിടുതലുണ്ടാകട്ടെ മർക്കോസ് 5:8-9 വചനത്താൽ, ലൂക്ക 9:1 വചനത്താൽ, പുറപ്പാട് 7:12 വചനത്താൽ, മത്തായി സുവിശേഷം 10:1-2 വചനത്താൽ, മർക്കോസ് 16:17-18 വചനത്താൽ, അപ്പോസ്തലപ്രവൃത്തി 16:18 വചനത്താൽ, 5:15 വചനത്താൽ, 19:11 വചനത്താൽ ഈശോയെ, കെട്ടപ്പെട്ട കെട്ടുകൾ അഴിയട്ടെ, പൗരോഹിത്യത്തിന്റെ കൃപ വെളിപ്പെടട്ടെ, സഭയിൽ അനേകം വൈദികർ എഴുന്നേൽക്കട്ടെ. അഭിഷേകം, അഭിഷേകം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ദൈവമക്കളെ, ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക, യൂട്യൂബിൽ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ പ്രാർത്ഥിക്കുക. കർത്താവേ, വിവിധ പ്ലാറ്റ്ഫോമില് മീഡിയയിലൂടെ ഈ ശുശ്രൂഷ കാണുന്നവര്, കർത്താവേ, പൗരോഹിത്യം ഉണരട്ടെ, സഭ ഉണരട്ടെ, പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. വലിയ കൃപ വ്യാപരിക്കാൻ പോവുക. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അഭിഷേകം ലഭിക്കാൻ പോവുക. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃപ ഒഴുകും, മെത്രാപ്പോലിത്തമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൃപ ഒഴുകും, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃപ ഒഴുകും. കർത്താവേ, സഭയുടെ സംവിധാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട അഭിഷേകം, പൗരോഹിത്യത്തിന്റെ കൂട്ടായ്മയിലൂടെ നൽകപ്പെട്ട അഭിഷേകം ഞങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. പാപത്തിന്റെ കെട്ടുകൾ ജീവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലസതയിൽ കഴിയുന്ന പുരോഹിതനെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെട്ട പുരോഹിതനെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത മക്കളെ വിടിവിക്കണമേ. തെറ്റായ ഫിലോസഫിയിൽ കഴിയുന്ന മക്കളെ വിടിവിക്കണമേ. ഈശോയെ, രോഗപീഠകളിൽ കഴിയുന്നവരെ വിടിവിക്കണമേ. വചനത്തിന്റെ അഭിഷേകം കൊടുക്കണമേ. ഉദാശകളുടെ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 45-ാം അധ്യായം 23 വാക്യങ്ങൾ എലിയാസോന്റെ പുത്രനായ ഫിനെഹാസിനെ കുറിച്ച് പറയുന്ന ദൈവവചനമിത. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. വചനം കേട്ടോ, ഫിനെഹാസിനെ കുറിച്ച് പറയുക ദൈവം, അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റുമ്പോഴൊക്കെ അവൻ ഉറച്ചു നിന്നു. ജനം വഴിതെറ്റുമ്പോഴൊക്കെ പുരോഹിതർ ഉറച്ചു നിൽക്കുമ്പോൾ പാപത്തിലും മ്ലേച്ഛപാപത്തിലും അശുദ്ധിയിലും നിരീശ്വരവാദത്തിലും മയക്കുമരുന്നിലും കെട്ടപ്പെട്ട് കിടക്കുന്നവർ ആ പൗരോഹിത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് അടുപ്പിക്കും. വചനം പഠിപ്പിക്കുക. അവൻ ഉറച്ചു നിന്നു. അവന്റെ ഹൃദയത്തിൽ കർമ്മോന്മുഖമായ നന്മ കൊണ്ടും ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. ഫിനെഹാസിനെ കുറിച്ച് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. ഇതാണ് ദൈവമക്കളെ എസ്രാ ചെയ്തത്, ഇതാ മക്കളെ നെഹമ്യാ ചെയ്തത്, ഇതാ ദൈവമക്കളെ ജോൺ മരിയ വിയാനി ചെയ്തത്, ഇതാണ് ദൈവമക്കളെ സെന്റ് പാട്രിക് ചെയ്തത്, ഇതാണ് ദൈവമക്കളെ ഫ്രാൻസിസ് സേവർ ചെയ്തത്, ഇതാണ് ദൈവമക്കളെ സഭയിലെ പൗരോഹിത്യ വിശുദ്ധര് ചെയ്തത്. സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യമിതാ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അൽമായര് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുപ്പാതയമെന്നുള്ള കുർബാനയുടെ തിരുനാള് ഈ മാസം ആഘോഷിക്കുമ്പോൾ, സഭാമാതാവ് ആഘോഷിക്കുമ്പോൾ അത് നൽകുന്നത് പൗരോഹിത്യമാ. പൗരോഹിത്യം പൂശപ്പെട്ട കരങ്ങളാ, മുദ്രിതയിട്ട ആത്മാക്കളാ, കർത്താവിന്റെ സ്വന്തം ആത്മാവാ. അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ പറയുന്നത്, എൻ്റെ മക്കൾ ഉണ്ടോ? പരിശുദ്ധി അമ്മ പറയും, എൻ്റെ മക്കൾ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് 1947 പരിശുദ്ധി അമ്മ ഓണ്ടിക്കാരിയിൽ റോസാമിസ്ത്രിക മാതാവ് പറഞ്ഞു. പരിശുദ്ധി അമ്മ ലാസലറ്റിൽ പറഞ്ഞു. പരിശുദ്ധി അമ്മ അനേക സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും പരാജയങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനല്ല ദൈവജനത്തെ വിളിച്ചത്. പരിശുദ്ധി അമ്മ ആദരിക്കുന്ന പ്രിയപ്പെട്ട മക്കളാ. പരിശുദ്ധി അമ്മ
ബഹുമാനിക്കപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളാ. അതല്ലേ സുറാ മലബാർ സഭയുടെ കുർബാനയെ കാണുന്നില്ലേ? അതായത് വൈദികൻ ഈശോ എടുക്കുമ്പോൾ മാലാഖമാര് ഭയഭക്തിയോടെ നോക്കിയ മക്കളെ. നമുക്കറിയാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്നല്ല പറയണത്, എഴുന്നള്ളി വരട്ടെ എന്ന് ഒരു പുരോഹിതൻ അപ്പത്തിലേക്കും ഇഞ്ഞിലേക്കും നോക്കി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധ റൂഹ ആ പുരോഹിതന്റെ സ്വരത്തിലൂടെ ഗോതമ്പപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തമാക്കി മാറ്റുക. ഇതാണ് പൗരോഹിത്യം. ഒരു പുരോഹിതൻ കുമ്പസാരക്കൂട്ടിൽ, കരുണയുടെ സിംഹാസനമായ കുമ്പസാരക്കൂട്ടിലിരുന്ന് ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ എത്ര മാരകഭാവിയാണെങ്കിലും ആ വ്യക്തിയുടെ പാപം മോചിക്കാൻ സ്വർഗം കൃപ കൊടുത്തവരാ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നച്ചന്മാര്. ഇവർക്ക് വേണ്ടി നമ്മളല്ല പ്രാർത്ഥിക്കേണ്ടത്. ഓർത്തു നോക്കിയേ, 15-ാമത്തെ വയസ്സിൽ അപ്പനെയും അമ്മയെയും കുടുംബത്തെയും സകലതും ഉപേക്ഷിച്ചിട്ട് സഭയ്ക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് നമുക്ക് കുർബാനയായി, നമുക്ക് കുമ്പസാരമായി, മക്കൾക്ക് ശൈലേപനമായി, ആദ്യ കുർബാനയായി എല്ലാം നൽകിയ പുരോഹിതൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കൽ കൂടെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നറിയാമോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഗുണം എന്നറിയാമോ? നിങ്ങള് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ 100 ഇരട്ടി അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലേക്ക് വരും. നിങ്ങളൊരു പുരോഹിതനെ ദത്തെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ പുരോഹിതൻ അർപ്പിക്കുന്ന ബലിയുടെയും കൂദാശയുടെയും പുണ്യ അഭിഷേകം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വന്ന് കുടുംബത്തിനെ കെട്ടഴിയും. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ തകർന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, നിരാശപ്പെട്ടവരുണ്ട്, കാലാകാലങ്ങളായി തടസ്സപ്പെട്ട ആത്മാക്കളുണ്ട്. പക്ഷേ നിങ്ങൾ പുരോഹിതർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്റെ സഹനം, എന്റെ രോഗം, എന്റെ വിഷമം, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, എന്റെ മക്കളുടെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, ഈ സഹനം ഈശോയെ പാപത്തിൽ ജീവിക്കുന്ന പുരോഹിതർക്ക് വേണ്ടി, വിശുദ്ധി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി, ഒരു മോന് വേണ്ടി അമ്മ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ കരുണ അങ്ങോട്ട് ഇറങ്ങി വരും. സ്വർഗത്തിന്റെ മഹത്വം ഇറങ്ങി വരും. സ്വർഗത്തിന്റെ അഭിഷേകം ഇറങ്ങി വരും. എന്നിട്ട് നിങ്ങളെ കുടുംബത്തിൽ സ്വർഗത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഇത്. തന്റെ പുരോഹിതർക്ക് വേണ്ടി ആരൊക്കെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ ആ കുടുംബങ്ങളെ പരിശുദ്ധ ത്രിത്വം ബ്ലസ് ചെയ്യാൻ പോവാ. ഒരിക്കൽ കൂടെ 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കർത്താവേ, ഈ ബലിപീഠത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് വെച്ച ജീവനുള്ള അപ്പത്തിൽ നിന്ന് വലിയ ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, നന്ദി. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, അഭിഷേകം ഇറങ്ങട്ടെ. കൃപ വേണമപ്പ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. നന്ദിയോടെ കർത്താവിന് നന്ദി പറഞ്ഞേ. പുരോഹിതർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചേ. എന്നിട്ട് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങി പ്രാർത്ഥിക്കാം.
നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാം നീ നിത്യമഹോന്നതമാം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമാം നീ നിത്യമഹോന്നതമാം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. അകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ രണ്ടും ഉയർത്തി സകല പുരോഹിതരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ വികാരിയച്ഛനെ, കൊച്ചച്ഛന്മാരെ, നമ്മുടെ ഇടവകയിലുള്ള എല്ലാ വൈദിക വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കൾക്ക് ദൈവവിളി ലഭിക്കാൻ വേണ്ടി ലോകം മുഴുവനുള്ള വൈദികർ, പ്രായമായ വൈദികർ, അഭിവന്ദ പിതാക്കന്മാർ, ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇതര സഭയിൽപ്പെട്ട വൈദികർ, എല്ലാ പുരോഹിതരെ ഓർത്തെ, നമുക്ക് ഇഷ്ടമില്ലാത്ത വൈദികർ, നമ്മളെ സ്നേഹിക്കുന്ന വൈദികർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവകൃപ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. അവരെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. അവരെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ